ഇതാണ് ഞങ്ങൾക്ക് ദാഹജലം സമ്മാനിക്കുന്ന ഞങ്ങളുടെ പ്രധാന കനാലാണിത്. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ജീവജലം നൽകുന്ന ഒരു നദി പോലെ ഒഴുകുന്നു. വലിയ നദിയിൽ നിന്നാണ് ഈ കനാൽ രൂപപ്പെട്ടു വരുന്നത്. ഇതിന് തന്നെ രണ്ട് ശാഖകളായി തിരിയുന്ന ഒന്നിലാണ് ഈ കാണുന്നത്. മറ്റൊന്ന് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അത് വലത്ത് സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഈ ഗ്രാമത്തിൽ ഇവിടെ സജീവമായ ഒരു സാന്നിധ്യമുള്ള വീടുകളായിരുന്നു, അതിനു പറ്റിയ പ്രദേശവുമായിരുന്നു. ഇപ്പോൾ ഭൂരിഭാഗം വീടുകളും ആളൊഴിഞ്ഞു കിടക്കുന്നു. ഇതും അത്തരത്തിൽ ആളൊഴിഞ്ഞു കിടക്കുന്നൊരു വീടാണ്. ഒരു കൊച്ചു കുടുംബം ഇവിടെ സന്തോഷപൂർവ്വം ജീവിച്ചിരുന്നു. ഇപ്പോൾ അവരെല്ലാം മറ്റ് പല സ്ഥലങ്ങളിലേക്കായി അവരവരുടെ ജീവിതം തേടിപ്പോയപ്പോൾ ഈ വീട് ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. ഈ ഗ്രാമത്തിൻ്റെ ഹൃദയവാഹിനിയായ ഒരു കനാൽ, ഒരു വലിയ കനാലാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതിലും വലിയൊരു കനാലിൽ നിന്നും രണ്ടായി പിരിഞ്ഞ് വരുന്ന ഒരു പോർഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്. പിന്നെ അതിനു മുൻപ് ആ കനാൽ ഏഴാറ്റുമുഖം എന്ന ഒരു ഡാം സൈറ്റിൽ നിന്നാണ് വരുന്നത്. അതിന് മുകളിൽ ഒരുപാട് മുകളിലേക്ക് പോകുമ്പോൾ അതിരപ്പള്ളി എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും. ഇവിടെയെല്ലാം വലിയ വലിയ തോട്ടങ്ങളാണ്. തെങ്ങും കവുങ്ങും ജാതിയും മറ്റ് ഇടവിളകളുമായി അങ്ങനെ ശൂന്യമായി കിടക്കുന്നു, ആൾപ്പാർപ്പില്ലാതെ. ഇത്തരം ഗ്രാമങ്ങൾ ഇതേപോലെ ആൾപ്പാർപ്പില്ലാതെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് ഇവിടെ യുവാക്കളെല്ലാവരും അവരുടെ ജീവിതം കണ്ടെത്താൻ സാധിക്കാതെ ഓരോ സ്ഥലങ്ങളിലേക്കായി പോകുന്നു. ഓരോരോ രാജ്യങ്ങളിൽ അവരവരുടെ ജീവിതം തേടി പോകുമ്പോൾ ഇതേപോലെ അവരുടെ സ്വപ്നങ്ങളിലെ ആദ്യം രൂപപ്പെട്ട കൊച്ചു കൊച്ചു വീടുകൾ അല്ലെങ്കിൽ അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെല്ലാം ഇന്ന് ഇതേപോലെ ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ആരും ഇപ്പോൾ താമസമില്ല. കളിയും ചികരിയുമായി മുഖരിതമായ അന്തരീക്ഷം ഇന്ന് ഏറെ മൂകമായി കിടക്കുകയാണ് ഇവിടെ. ഇത് ഈ നാടിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇന്ന് കേരളത്തിൽ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ഇതേപോലെയൊക്കെ തന്നെയാണ്. എവിടെ പോയാലും ഏകദേശം ഇതേപോലെ കാട് മൂടിക്കിടക്കുന്ന വീടുകളും സ്ഥലങ്ങളും ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലം പോലെ തോന്നും. ഇത് ഇനിയും കൂടിക്കൂടി ഏതൊരവസ്ഥയിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്തരം ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനിയും ഇതേപോലെ ഇതിലും കൂടുതൽ വലുതായ ഇത്തരം സ്ഥലങ്ങളും ഇതേപോലെ ആളൊഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാട് കാണിക്കാനുണ്ട്. ഇതൊരു ഹ്രസ്വമായ ഒരു ചെറിയ വീഡിയോ ആണ്.
ഇനി ഇതിലും വിപുലമായ രീതിയിൽ ഇതേപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രേത നഗരം പോലെ കിടക്കുന്ന സ്ഥലങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിലേക്ക് പോകാം. അതുവരെയും ഗുഡ് ബൈ.